നമസ്കാരം. പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ പക്ഷങ്ങൾ തമ്മിലെ സംഘർഷത്തിനായവില്ല. പഴന്തോട്ടം പള്ളി പൂട്ടി ഓർത്തഡോക്സുകാർ പോയെങ്കിലും യാക്കോബായ വിഭാഗം ചാപ്പലിൽ പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ ശ്രേഷ്ഠ കാത്തോലിക്ക ആംബുൻ മോർ ബസേലിയസ് തോമസ് പ്രഥമൻ ഭാവിയുടെ നേതൃത്വത്തിൽ മാത്യൂസ് മോർ എവന്യോസ്, ഏലിയാസ് മോർ അത്താനിയോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ യാക്കോബായ ഇടവക വികാരി ഫാദർ ഗ്രിഗർ കുര്യാക്കോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാക്കോബായ വിഭാഗം ചാപ്പലിൽ കുർബാന അർപ്പിച്ചത്. സ്ഥലത്ത് ഇപ്പോഴും പ്രാർത്ഥനായജ്ഞം തുടരുകയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിലെ വികാരിയുടെ നേതൃത്വത്തിൽ അനധികൃതമായി പള്ളിയിൽ പ്രവേശിച്ചതും ആരാധന നടത്തിയെന്നും മറ്റും ആരോപിച്ചാണ് യാക്കോബായ വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥനായജ്ഞം തുടങ്ങി നിരാഹാരവും പ്രഖ്യാപിച്ചു. ഇതോടെ ഇവിടേക്ക് യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികൾ ഒഴുകിയെത്തി. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ ഓർത്തഡോക്സുകാർ പള്ളി പൂട്ടി സ്ഥലം വിട്ടു. ഇതോടെ നിരാഹാരം അവസാനിപ്പിച്ചു. എങ്കിലും വിശ്വാസികളുടെ പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം അനിശ്ചിതകാലത്തേക്ക് തുടരാനാണ് യാക്കോബായ തീരുമാനം. ഓർത്തഡോക്സ് വിഭാഗത്തിന് ഞായറാഴ്ചകളിൽ രാവിലെ 9:30 മുതൽ 1 വരെയും മറ്റു ദിവസങ്ങളിൽ പുലർച്ചെ 5 മുതൽ 7 വരെയുമാണ് നേരത്തെ ആരാധനാക്രമം നിശ്ചയിച്ചിരുന്നത്. ഇതിന് വിപരീതമായി പുലർച്ചെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ചതും ആരാധന നടത്തിയെന്നുമാണ് യാക്കോബായ പക്ഷത്തിന്റെ വെളിപ്പെടുത്തൽ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇരുകൂട്ടരും സമയം ക്രമീകരിച്ച് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല, പ്രയാസങ്ങളുമില്ലാതെ ആരാധന നടത്തി പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശനിയാഴ്ച വെളുപ്പിന് മറുവിഭാഗം അതിക്രമിച്ച് കയറുകയും ദേവാലയത്തിൻ്റെയും ഓഫീസിൻ്റെയും എല്ലാം താഴെല്ലാം തകർത്ത് ദേവാലയത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയും ഓഫീസിൻ്റെ സ്ഥാപനങ്ങളിലെ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്തു. അവർ ദേവാലയത്തിൻ്റെ അകത്ത് കയറിയിരുന്ന് വാതിലടയ്ക്കുകയും ഞങ്ങൾക്ക് ആരാധനയ്ക്കുള്ള തടസ്സം നിൽക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ദേവാലയത്തിൽ കയറുവാനോ ആരാധന നടത്തുവാനോ സാധിച്ചില്ല. ഒരു ഇടവകയിലെ ഒരു മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനായിട്ടുണ്ടായിരുന്നു. അതിനും തടസ്സം നിന്നു. ആ മൃതശരീരം ദേവാലയത്തിൽ പോലും കയറ്റാതെ ആ അമ്മ ഏത് വിശ്വാസത്തിൽ ജനിച്ചു വളർന്നോ ആ വിശ്വാസത്തിൽ അമ്മയുടെ മൃതശരീരം കബറടക്കം ചെയ്യണമെന്ന് വലിയൊരാഗ്രഹം അമ്മയുടെ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ വേദനാകരമാവുന്നൊരു കാര്യം. ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് ഏറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ശ്രേഷ്ഠബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരികയും ഞങ്ങൾ ദേവാലയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനായജ്ഞം ആരംഭിക്കുകയും ചെയ്തു. പള്ളിയുടെ കസ്റ്റോഡിയൻ നിലവിൽ തങ്ങളാണെന്നും ഓർത്തഡോക്സ് വിഭാഗം വികാരി വാതിൽ കുത്തിപ്പൊളിച്ചാണ് പള്ളിക്കകത്ത് പ്രവേശിച്ചതെന്നുമാണ് യാക്കോബായ പക്ഷത്തിൻ്റെ ആരോപണം. ഇന്നലെ പുലർച്ചെ 3:30 ഓർത്തഡോക്സ് വിഭാഗം വികാരി മത്തായി ഇടയനാൽ ഓർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ പ്രവേശിച്ച് കുർബാന ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന് അനുകൂലമായി ജില്ലാ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇതിനെതിരെ യാക്കോബായ സഭാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ചതായുള്ള വിവരം പുറത്തുവന്നത്. ഇതോടെയാണ് സംഘർഷം ഉടലെടുക്കുന്നത്. പള്ളിയിൽ പ്രവേശിച്ച മത്തായി ഇടയനാൽ ഓർ എപ്പിസ്കോപ്പയും വിശ്വാസികളും പുറത്തിറങ്ങാതെ പള്ളിയിൽ തന്നെ തങ്ങിയതോടെ യാക്കോബായ വിഭാഗം പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചത്. ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ പ്രവേശിച്ചറിഞ്ഞ് ഇടവകയിലെ യാക്കോബായ സഭാംഗങ്ങൾ സംഘടിച്ച് എത്തിയെങ്കിലും മൂവാറ്റുപുഴ ഡിവൈഎസ്പി കെ ബിജുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗേറ്റ് അടച്ച് ഇവർ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു. ഇതേ തുടർന്ന് ഡോക്ടർ എബ്രഹാം മോർ സേവൂറിയോസ്, കുര്യാക്കോസ് മോർ യൗസേബിയോസ്, ഏലിയാസ് മോർ അത്താനേസിയോസ് എന്നിവരും സ്ഥലത്തെത്തി. ഇതിനിടെയാണ് പള്ളി പൂട്ടി ഓർത്തഡോക്സുകാർ പോയത്. പുലർച്ചെ 3 മണി മുതലാണ് തർക്കം ആരംഭിക്കുന്നത്. ഇതിനുശേഷം സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. പിന്നീട് ബാവയുടെ നേതൃത്വത്തിൽ യാക്കോബായ വിഭാഗം പള്ളിക്ക് പുറത്ത് ഉപവാസ സമരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് RDOയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടത്തിയത്. സമവായത്തെ തുടർന്ന് പള്ളിയിൽ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ഇരുകൂട്ടർക്കും നൽകി. പൂട്ട് തകർത്ത് പള്ളിയിൽ പ്രവേശിച്ചതോടെ ആരംഭിച്ച സംഘർഷത്തിനാണ് രാവിലെ 11 മണിയോടെ താൽക്കാലിക പരിഹാരമാകിയത്. പോലീസ് സഹായത്തോടെ മറുപക്ഷം കോടതി വിധി ലംഘിച്ചതായി മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ ആരോപിച്ചു. നീതി ലഭിക്കും വരെ പ്രാർത്ഥനായജ്ഞം തുടരുമെന്ന നിലപാടിലാണ് യാക്കോബായ പക്ഷം. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.